നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രോഗ്രാം കൂടി വന്നതാണ്. പിന്നെ നമ്മുടെ കളക്ടേണ്ടത് ഇത് കളക്ടേൻ്റെ ഇത് കളക്ടേറ്റിൻ്റെ കളക്ടേറ്റ് ഭാഗമാണ്. സാറിൻ്റെ പേരെന്ത്? സാറിൻ്റെ പേര് ഇവിടെ കളക്ടർ തന്നെയാണോ? ആണല്ലേ. സാറിൻ്റെ ഈ ആർട്ട് വർക്ക് മൊത്തം ഇവിടുത്തെ മൊത്തം സാർ തന്നെയാണോ ചെയ്യുന്നത്? സാറിന് സ്റ്റാഫുകളുണ്ട്? സാറിവിടെ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഇവിടെ പബ്ലിക് ലൈബ്രറി. അതെല്ലാ ശനിയാഴ്ച ദിവസമാണോ അതോ ശനിയും അത് എത്ര നാൾ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും? അതിന് ഫീസൊക്കെ എങ്ങനെയാണ്? എത്ര നാൾ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന്? അത് ട്രെയിനിങ് ആയിട്ട് ഇതുപോലെ ഇവിടുത്തെ സ്റ്റുഡൻസ് ആണ് ട്രെയിനിങ്. സർക്കാർ പറയും ഇന്ന ഇതൊക്കെയാണ് അവരുടെ കല ഇന്നതാണെന്ന് പറയുന്നത്, അതനുസരിച്ചുള്ള ആർട്ട് വർക്കാണ്. ഇവിടെ കൊല്ലത്ത് കളക്ടേറ്റ് ചെയ്യുന്നത് കൊല്ലം ചരിത്രമാണ്. ഹിസ്റ്റോറിക്കലായിട്ടുള്ള 3 വിഷയമാണ് ഇവിടെ ചെയ്യുന്നത്. അത് ഒന്ന് താഴെ വേലത്തമ്പി തറവാട് ശില്പവുമായി ബന്ധപ്പെട്ട് കുണ്ട്ര താഴെ ചെയ്തിരിക്കുന്നത്. അത് ആ ലൊക്കാലിറ്റി മൊത്തം കുണ്ട്ര വിളംബരത്തിൻ്റെ ഭാഗമാണ്. പോരാളികളെ ബ്രിട്ടീഷുകാർക്ക് അതിനെ ആജ്ഞയാണ്. രണ്ടാമത്തെ കേരളം മോഡല് ഗാന്ധിജിയാണ്. ഗാന്ധിജിയെ വരയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗാന്ധിജി കൊല്ലം സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള തവണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്ര സംഭവങ്ങളാണ്. ഗാന്ധിജിയാണ് അന്നത്തെ കാലഘട്ടത്തിൽ സാധാരണ പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്ക് പിന്നെ കുടിവെള്ളം പൊതുക്കിണറിൽ നിന്ന് ശുദ്ധജലം എടുക്കാനുള്ള അനുവാദമില്ല. ഗാന്ധിജിയാണ് അവർക്ക് വെള്ളം പകർന്നു ആദ്യതരമായി. രണ്ടാമത് ക്ഷേത്ര പ്രവേശനത്തിനും അവർക്ക് അർഹതയില്ല. പിന്നോക്ക സംരക്ഷിക്കുന്ന ജനങ്ങൾ അതും ഗാന്ധിജിയാണ് അവർക്ക് ഗാന്ധിജിയുടെ അത്തരം സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളാണ് താഴെ വരച്ചത്. മൂന്നാമത് വിഭാഗം വരയ്ക്കുന്നത് വിപ്ലവം എന്ന് പറയുന്നത് കടക്കൽ വിപ്ലവം. കടക്കൽ വിപ്ലവം എന്ന് പറയുന്നത് കാർഷിക സംഭവമാണ്. കടക്കൽ എന്ന് പറഞ്ഞാൽ രാജ്യം പോലെ SRCP ജന്മിത്വത്തിനെതിരായിട്ട് കൃഷിക്കാർ നികുതി കൊടുക്കുന്ന കൃഷിക്കാർ ജന്മികളെ അടിച്ചുകൊണ്ട പോലീസുകാർ പണക്കാർ നിയമിച്ച് അവരെ പലരും തീവ്ര ഉൾപ്പെടെയുള്ളവരെ കണ്ടികൾ വളരെ പോവുകയും അതിനുശേഷം പല ചൂട്ടുകാർ മാങ്കോരാകുമെന്നുള്ള അപ്പോൾ അത് തന്നെ ഒരു പ്രത്യേക ഭരണം പൊതുവേദിയെന്നാണ് ഉണ്ടായിരുന്നത്. ചില പറഞ്ഞ രാജ്യം പോലെ ഇവിടെ സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നത് അവിടുന്നാണ്. അത്ര ഒരു ചരിത്രമാണ്. കാർഷിക സമരവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രമാണ്. അതിന് അനുബന്ധമായിട്ടുള്ള കളക്ടറുടെ ആവശ്യപ്രകാരം അപ്പോൾ ഇത് കൊല്ലം ജില്ലയിലെ കളക്ടർ ഡിസ്ട്രിക്ട് കളക്ടറുടെ പിന്നെ ഈ ഇതിൻ്റെ ഈ സർക്കാർ ഓഫീസുകളെ സൗകര്യവൽക്കരിക്കാനുള്ള ഭാഗം കൊല്ലത്തിൻ്റെ കൊല്ലം കളക്ടറുടെ കൊല്ലത്തിൻ്റെ ചരിത്രത്തിൻ്റെ കളക്ടറുടെ താല്പര്യപ്രകാരമാണ് ഇപ്പം കളക്ടർ എൻഡോസ്മെന്റ് സാറിൻ്റെ പേര് കളക്ടറിൻ്റെ പേര് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഓർഡർ അനുസരിച്ചാണ് താല്പര്യവും കലയോടുള്ള
ദേവിദാസ് കൊണ്ട് ഏതെങ്കിലും ഒരു കളക്ടർ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദേവിദാസ് എന്നാണ് പറഞ്ഞത്. ദേവിദാസാണ് കളക്ടർ, ഇപ്പോഴത്തെ കോട്ടയം ജില്ലാ കളക്ടർ ദേവിദാസ് AS. അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമാണ് കളക്ടർ അദ്ദേഹം തന്നെയാണ് ദേവിദാസ്. ഇത്രയും സജീവം നന്ദി സാർ. ഒരു യൂട്യൂബ് ചാനൽ പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടുത്തെ മേഡം പറഞ്ഞത് ചെയ്തോളാം പറഞ്ഞാൽ അതെ. പിന്നെ വേണ്ട സാറേ, ഇത് സാറിൻ്റെ ശിക്ഷയാണ്. ആണല്ലേ. മോടെ പേരെന്താ മോളെ? സ്കൂളിലാണ്.